ചെറിയ ഉള്ളി കൊഞ്ച് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാൻ കൊഞ്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആ പുറകിലെ കറുത്ത ഞരമ്പൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി 1/2 ടീസ്പൂൺ മുളക് പൊടി ആദ്യം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാനുള്ളതാണ്. 10 മിനിറ്റിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെക്കുക. അത് ചൂടായ ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് വെച്ച് വെച്ചിട്ടുള്ള കൊഞ്ച് ഇട്ട് കൊടുക്കാം. കൊഞ്ച് എല്ലാം ഒരുമിച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് എണ്ണയുണ്ട്, നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. അപ്പം നമ്മൾ ഒരുപാട് സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. കൊഞ്ചിന് അധികം സമയമൊന്നും ആവശ്യമില്ല. ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരുമ്പം നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ കൊഞ്ചും ഇതുപോലെ നമുക്കൊന്ന് മുരിച്ചെടുക്കാം. അധികം സമയമൊന്നും എടുക്കില്ല, പെട്ടെന്നായി കിട്ടും. കണ്ടില്ലേ, എല്ലാ കൊഞ്ചും നമുക്ക് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. അത് കോരി നമുക്ക് കുറച്ച് മാറ്റി വെക്കാം. കണ്ടോ, എല്ലാ കൊഞ്ചും നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ വേണം മുരിച്ചെടുക്കാൻ. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറുമ്പോഴേക്കും ഒരു 3-4 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് വേണ്ടത് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റായ ചെറിയ ഉള്ളിയാണ്. ഞാൻ 1 കപ്പ് ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന കൊഞ്ചിനനുസരിച്ചിട്ട് അളവ് മാറാം. ചെറിയ ഉള്ളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു അല്പം ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ഗോൾഡൻ കളർ ആവണം. നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ചെറിയ തക്കാളി മുറിച്ചെടുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം. കണ്ടോ, തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കഴിഞ്ഞ ശേഷം നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി, ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. മുളക് പൊടിയുടെ പച്ച മണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ള കൊഞ്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൊഞ്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ മസാലയൊക്കെ അതിൽ പിടിക്കണം. പിന്നെ ഞാൻ അധികം കട്ടിയില്ലാതെ കുറച്ച് പുളി, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. നന്നായിട്ട് ആ എസൻസ് ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തുറക്കാം. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സാധനം കൂടി നമുക്ക് അതിലേക്ക് ചേർക്കാനുണ്ട്. ഞാൻ ഇന്ന് ചേർക്കുന്നത് വൈറ്റ് പെപ്പറാണ്. ഒരു 1/4 ടീസ്പൂൺ വൈറ്റ് പെപ്പർ, കറുത്ത കുരുമുളകായാലും കുഴപ്പമില്ല, ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. ചെറിയുള്ളി കൊഞ്ച് റോസ്റ്റ് റെഡി.